യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കി. സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. കേരള സർവകലാശാല വൈസ് ചാൻസലറിന്റെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ CC തോമസിന്റെ വിയോജനക്കുറിപ്പ് തള്ളിയാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുടുംബത്തിന് ദുഃഖം തന്റെയും ദുഃഖമാണെന്നും സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം പൂർണ്ണമായും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. മന്ത്രിസഭാ യോഗത്തിനു ശേഷം ഉചിതമായ പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കാളികാവ് കെണിയിൽ കുടുങ്ങിയ കടുവയെ മാറ്റി. അമരമ്പലത്തെ വനംവകുപ്പ് കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത്. വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം ബാക്കി തീരുമാനമെടുക്കുമെന്ന് ഇന്ന് വനംവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇനി കാട്ടിലേക്ക് തുറന്നുവിടില്ല എന്ന് അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ കടുവയുടെ കൂട് വനംവകുപ്പിന്റെ വാഹനത്തിലേക്ക് കയറ്റാൻ സമ്മതിച്ചത്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് നാട്ടുകാർ സംഘടിച്ചിരുന്നു. ചാരവൃത്തിക്ക് പിടിയിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സർക്കാരിന്റെ അതിഥിയാണെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. നല്ല ലക്ഷ്യത്തോടെയാണ് സർക്കാർ വ്ലോഗർമാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നും ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് കരുതിയില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ചാരവൃത്തിക്ക് സഹായം ചെയ്യുന്നവരാണെന്നാണോ കരുതുന്നതെന്നും മന്ത്രി ചോദിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരണപ്പെട്ട സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അപായപ്പെടുത്താനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അക്രമാസക്തരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കോൺഗ്രസ് UDF നേതൃത്വം ഇടപെട്ട് നിലയ്ക്ക് നിർത്തണമെന്ന് V ശിവൻകുട്ടി പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ചിട്ടും ഔദ്യോഗിക വസതിയിൽ താമസം തുടരുന്ന DY ചന്ദ്രചൂഡിനെ ഉടനെ അവിടെ നിന്ന് മാറ്റണമെന്ന് സുപ്രീം കോടതി. ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അഡ്മിനിസ്ട്രേഷൻ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. ചന്ദ്രചൂഡിനെ ഉടൻ മാറ്റി ആ വീട് കോടതിയുടെ ഹൗസിംഗ് പൂളിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. നീരവ് മോദിയുടെ സഹോദരൻ നിഹാൽ ദീപക് മോദിയെ അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ അധികൃതർ നൽകിയ അഭ്യർത്ഥന പ്രകാരമാണ് അറസ്റ്റ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു. അമേരിക്ക പാർട്ടി എന്നാണ് മസ്കിന്റെ പുതിയ പാർട്ടിയുടെ പേര്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഭിന്നത രൂക്ഷമായതിന് പിന്നാലെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം. ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ കഴിഞ്ഞ ദിവസം നിയമമായിരുന്നു. ഇലോൺ മസ്ക് എക്സിലൂടെയാണ് പുതിയ പാർട്ടിയെ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 43 പേർ മരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മരിച്ചവരിൽ 15 കുട്ടികളുമുണ്ട്. വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ 27 പെൺകുട്ടികളെ കണ്ടെത്താനായിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട്. വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഗാസയിൽ വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ. ഗാസ സിറ്റിയിൽ ഒരു വീടിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 78 ആയി. ഇന്നു മാത്രം 27 പേർ കൊല്ലപ്പെട്ടു.